മലങ്കര സുറിയാനി കത്തോലിക്ക സഭാ വാർത്തകളിലേക്ക് സ്വാഗതം. നിർമ്മിത ബുദ്ധിയുടെ ഈ യുഗത്തിലും മനുഷ്യാന്തസ്സും പൊതുനന്മയും സംരക്ഷിക്കപ്പെടണം. ലിയോ 14 മാർപ്പാപ്പ. പൊതുനന്മയും മനുഷ്യാന്തസ്സും പ്രോത്സാഹിപ്പിക്കാനും മാനവികതയ്ക്ക് ഉത്തരവാദിത്വപൂർണമായി സേവനങ്ങൾ നൽകാനുമുള്ള പരിശ്രമങ്ങൾ തുടരാനും ആഹ്വാനവുമായി ലിയോ 14 പാപ്പ. അന്താരാഷ്ട്ര ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ ഐക്യരാഷ്ട്ര സഭാ സംഘടനകളുമായി ചേർന്ന് പൊതുനന്മയ്ക്കായി നിർമ്മിത ബുദ്ധി എന്ന പേരിൽ ജനീവയിൽ നടത്തുന്ന ആഗോള ഉച്ചകോടിയിലേക്കായി വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിന് ഒപ്പിട്ട് നൽകിയ ഒരു സന്ദേശത്തിലൂടെയാണ് പരിശുദ്ധ പിതാവ് ഇത്തരമൊരു ക്ഷണം മുന്നോട്ട് വച്ചത്. സ്വിറ്റ്സർലൻഡ് ഗവൺമെന്റും ഈ ഉച്ചകോടിയിൽ സഹ ആതിഥേയത്വം വഹിച്ചിരുന്നു. നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം മാനവരാശിയുടെ ഭാവിയുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉയർത്തുന്നതാണെന്ന് ഓർമ്മിപ്പിച്ച വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി, നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രത്യേകമായ ശ്രദ്ധ നേടുന്ന ഇക്കാലത്ത് ഇതേക്കുറിച്ചുള്ള സംവാദങ്ങളോട് തുറന്ന മനോഭാവത്തോടെയുള്ള പരിശുദ്ധ സിംഹാസനത്തിന്റെ സാമീപ്യം ലിയോ 14 പാപ്പ ഉറപ്പു നൽകുന്നുണ്ടെന്ന് പ്രസ്താവിച്ചു. 46ാമത് തീർത്ഥാടന പദയാത്രയ്ക്ക് തുടക്കമായി. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പുണ്യപിതാവായ ധന്യൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്തായുടെ 73ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് 46ാമത് തീർത്ഥാടന പദയാത്ര ജൂലൈ 10-ന് പത്തനംതിട്ട റാന്നി പെരുന്നാട് കുരിശുമലയിൽ നിന്നും ആരംഭിച്ചു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മോറൻമോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമിസ് കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിലും അഭിമന്യ സാമുവൽ മാർ ഐറേനിയസ് മെത്രാപ്പൊലീത്ത, അഭിമന്യ തോമസ് മാർ അന്തോണിയസ് മെത്രാപ്പൊലീത്ത, അഭിമന്യ മാത്യൂസ് മാർ പോളിക്കാർപ്പസ് മെത്രാപ്പൊലീത്ത, അഭിമന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ, അഭിമന്യ യൂഹാനോൻ മാർ അലക്സിയോസ് എപ്പിസ്കോപ്പ, അഭിമന്യ യൂഹാനോൻ മാർ ക്രിസോസ്റ്റം മെത്രാപ്പൊലീത്ത എന്നിവരുടെ സഹകാർമ്മികത്വത്തിലും പദയാത്രയ്ക്ക് മുന്നൊരുക്കമായി വിശുദ്ധ കുർബാന അർപ്പിച്ചു. ഒന്നാം ദിനമായ ജൂലൈ 10-ന് രാവിലെ റാന്നി പെരുന്നാട് നിന്നും ആരംഭിച്ച പദയാത്ര വൈകിട്ട് പുത്തൻപീടിക ദേവാലയത്തിൽ അവസാനിച്ചു. രണ്ടാം ദിനമായ ജൂലൈ 11-ന് രാവിലെ പുത്തൻപീടിക ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച പദയാത്ര വൈകിട്ട് പുതുശ്ശേരി ഭാഗം ദേവാലയത്തിൽ അവസാനിച്ചു. മൂന്നാം ദിനമായ ജൂലൈ 12-ന് പുതുശ്ശേരി ഭാഗത്തു നിന്ന് ആരംഭിക്കുന്ന പദയാത്ര വൈകിട്ട് ആയൂർ ദേവാലയത്തിൽ അവസാനിക്കും. നാലാം ദിനമായ ജൂലൈ 13-ന് ആയൂർ ദേവാലയത്തിൽ നിന്ന് ആരംഭിക്കുന്ന പദയാത്ര വൈകിട്ട് പെരപ്പൻകോട് മലങ്കര മെഡിക്കൽ വില്ലേജിൽ അവസാനിക്കും. അവസാന ദിനമായ ജൂലൈ 14-ന് രാവിലെ പെരപ്പൻകോട് മലങ്കര മെഡിക്കൽ വില്ലേജിൽ നിന്ന് ആരംഭിക്കുന്ന പദയാത്ര വൈകിട്ട് 5:15 തിരുവനന്തപുരം പട്ടം സെൻറ് മേരീസ് മേജർ ആർക്കി എപ്പാർക്കൽ കത്തീഡ്രലിൽ സ്ഥിതി ചെയ്യുന്ന ഖബർ ചാപ്പലിൽ എത്തിച്ചേരുകയും അഭിമന്യ കാതോലിക്ക ബാവ സ്വീകരണം നൽകുകയും സന്ധ്യാനമസ്കാരത്തിന് നേതൃത്വം നൽകുകയും ചെയ്യും. ഇതോടൊപ്പം വിവിധ ഭദ്രാസന കേന്ദ്രങ്ങളിൽ നിന്നും ആരംഭിച്ച പദയാത്രകളും 14-ന് ഖബർ ചാപ്പലിൽ എത്തിച്ചേരുന്നതാണ്. തുടർന്ന് മെഴുകുതിരി പ്രദക്ഷിണവും ശ്ലൈഹിക ആശീർവാദവും ഉണ്ടായിരിക്കുന്നതാണ്. ഓർമ്മ പെരുന്നാൾ. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പുണ്യപിതാവായ ധന്യൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്തായുടെ 73ാം ഓർമ്മ പെരുന്നാളിന് 2026 ജൂലൈ 1-ന് തിരുവനന്തപുരം പട്ടം സെയിന്റ് മേരീസ് മേജർ ആർക്കി എപ്പാർക്കിയൽ കത്തീഡ്രലിൽ വെച്ച് തുടക്കമായി. ഓർമ്മ പെരുന്നാളിന്റെ രണ്ടാം വാരമായ ജൂലൈ 5-ന് തിരുവനന്തപുരം മേജർ ഭദ്രാസന വികാരി ജനറൽ ഫാദർ തോമസ് കയ്യാലക്കൽ, ജൂലൈ 6-ന് സെയിന്റ് മേരീസ് മലങ്കര മേജർ സെമിനാരി റെക്ടർ ഫാദർ ഡോക്ടർ ജിജി ഫിലിപ്പ് ചരൂപുരയിടം, ജൂലൈ 7-ന് ഫാദർ തോമസ് ഞാറക്കാട്ട് കോറപ്പിസ്കോപ്പ, ജൂലൈ 8-ന് വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ അഭിമന്യ ആന്റണി വാലുങ്കൽ പിതാവ്, ജൂലൈ 9-ന് മാർത്താണ്ഡം ഭദ്രാസന വികാരി ജനറൽ ഫാദർ ജോസഫ് ബ്രൈറ്റ്, ജൂലൈ 10-ന് തക്കല രൂപത അധ്യക്ഷൻ അഭിമന്യ ജോർജ് രാജേന്ദ്രൻ പിതാവ്, ജൂലൈ 11-ന് ഡൽഹി ഗുഡ്കാവ് ഭദ്രാസന വികാരി ജനറൽ ഫാദർ വർഗീസ് വിനയാനന്ദ OAC എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സന്ധ്യാനമസ്കാരവും തുടർന്ന് വിശുദ്ധ കുർബാനയും ഖബർ ചാപ്പലിൽ ധൂപപ്രാർത്ഥനയും അർപ്പിക്കപ്പെട്ടു. ഓർമ്മ പെരുന്നാളിന് ഒരുക്കമായി ജൂലൈ 14 വരെയുള്ള ദിവസങ്ങളിൽ പട്ടം സെയിന്റ് മേരീസ് മേജർ ആർക്കി എപ്പാർക്കിയൽ കത്തീഡ്രലിൽ സ്ഥിതി ചെയ്യുന്ന ഖബർ ചാപ്പലിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ വിവിധ പ്രാർത്ഥനാ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടത്തപ്പെടുന്നു.
വൈകിട്ട് 5-ന് കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് സന്ധ്യാ നമസ്കാരവും തുടർന്ന് വിശുദ്ധ കുർബാനയും ഖബർ ചാപ്പലിൽ ധൂപ പ്രാർത്ഥനയും അർപ്പിക്കപ്പെടുന്നു. ജൂലൈ 15-ന് മോറാൻമോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമിസ് കാതോലിക്ക ബാവ വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഈ വർഷത്തെ ഓർമ്മ പെരുന്നാളിൽ CBCI പ്രസിഡന്റും ഹൈദരാബാദ് ആർച്ച് ബിഷപ്പുമായ അത്യഭിവന്യ കർദിനാൾ ആന്റണി പൂള മുഖ്യാതിഥിയായിരിക്കും. ഈ ദിവസങ്ങളിൽ വൈകിട്ട് 5 മണി മുതലും ജൂലൈ 15-ന് രാവിലെ 8 മണി മുതലും മലങ്കര കാത്തലിക് TV യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും തത്സമയ സംപ്രേഷണം ഉണ്ടായിരിക്കുന്നതാണ്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം.